ഈ കൗളം ചെയ്യുന്നവരെ വൈദിക രീതികൾ പിന്തുടരുന്നവർക്ക് പലപ്പോഴും ബോധിക്കില്ല. ഇനി കൗളം ചെയ്യുന്നവർ പലപ്പോഴും അഹങ്കാരത്തോടു കൂടി പറയുകയും ചെയ്യും, ഞങ്ങളുടെ ലക്ഷ്യം കുറെ ആചാര്യന്മാരെ സൃഷ്ടിക്കലല്ല, പകരം ആത്മീയതയെ പ്രയോജനപ്പെടുത്തി ഹിന്ദുവിനെ മാന്യമായി സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുക. എല്ലാ കുടുംബങ്ങളും സ്വന്തം അസ്തിത്വം പണയം വെക്കാതെ സ്വന്തം പാരമ്പര്യത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു ഹിന്ദു സംഘടനയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ പ്രധാന ഉദ്ദേശം തന്നെ ജാതി വർഗ രാഷ്ട്രീയ ഭേദമന്യേ ഹൈന്ദവ വിശ്വാസികളുടെ ഏകീകരണവും ഹൈന്ദവരുടെ ആത്മീയവും ഭൗതികവുമായ ഉന്നതിയുമാണ്. ചുരുക്കി പറഞ്ഞാല് എല്ലാ കുടുംബങ്ങളിലും വരുമാനം, എല്ലാ കുടുംബങ്ങളും സ്വന്തം അസ്തിത്വം പണയം വെക്കാതെ സ്വന്തം പാരമ്പര്യത്തെയും ഹൈന്ദവ സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമ്മളുടെ ലക്ഷ്യം. അതില് ഈ ചാനലിൽ പ്രസിദ്ധീകരിക്കുന്നത് ആത്മീയ വിഷയങ്ങളാണ് കേട്ടോ. അപ്പോ സമത്വ ഭാരതിയുടെ ആത്മീയ മതപഠന സീരീസിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്ന് വളരെ ഗൗരവമേറിയ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല, പക്ഷേ ഒരു ഹിന്ദു എന്ന നിലയിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണിത് എന്ന് ഞാൻ പറയും. കാരണം ഹൈന്ദവ വിശ്വാസികളുടെ അധപ്പതനത്തിന്റെ പ്രധാന കാരണം എന്ന നിലയിൽ ആദ്യം ചൂണ്ടിക്കാണിക്കേണ്ടത് അവന് പല ആത്മീയ വിഷയങ്ങളിലുമുള്ള തെറ്റിദ്ധാരണകളാണ്. രണ്ടാമത്തേത് ഉള്ള അറിവുകളിൽ പൂർണ്ണതയില്ലായ്മയാണ്. മൂന്നാമത്തേത് വിശ്വാസികളെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മുടെ തന്നെ എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, പക്ഷെ ചില ഭക്തി കച്ചവടക്കാരുടെ ഇടപെടലുകളാണ്. നാലാമതായിട്ട് നമ്മൾ മതപരമായ വിഷയങ്ങളിൽ നേടുന്ന പല അറിവുകളും അടുക്കും ചിട്ടയോടും കൂടിയുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോ ആദ്യമേ തന്നെ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളുടെ ഈ ഒരു ഉദ്യമത്തെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ല ഒരു അവസരമായിട്ട് കാണുക. മാത്രമല്ല, നിങ്ങൾക്ക് മുൻപ് കിട്ടിയിരിക്കുന്ന പല അറിവുകളും തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റിവെച്ചിട്ട് തുറന്ന മനസ്സോടുകൂടി ഇതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. എനിക്കറിയാം നിങ്ങളിൽ പലരും ഒത്തിരി അറിവുകളുള്ളവരായിരിക്കും. ഈ വീഡിയോ സീരീസിൽ പറയുന്ന പല കാര്യങ്ങളും തത്വങ്ങളും നിങ്ങൾക്ക് നേരത്തെ അറിവുള്ളതായിരിക്കാം. പക്ഷേ അവയൊക്കെ ഭാവിയിൽ ഈ ആത്മീയ പഠനത്തിന്റെ പല ഘട്ടങ്ങളിൽ നമുക്ക് ഇതുമായിട്ട് കൂട്ടിയോജിപ്പിക്കാം അല്ലെങ്കിൽ സംയോജിപ്പിക്കാം. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും ഒരേ തലത്തിലുള്ളവരാണ് എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം, ഞാൻ ഈ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ചാനലില് ഭാവിയിൽ വീഡിയോകൾ അവതരിപ്പിക്കുന്നവരൊക്കെ അവരുടെ അറിവുകളല്ല വീഡിയോകളിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പകരം പല രീതിയിലും ഉയർന്ന അറിവുകൾ നേടിയിട്ടുള്ള ആചാര്യന്മാരും ഋഷിമാരും സന്യാസി ശ്രേഷ്ഠന്മാരും, അതും എല്ലാ സമ്പ്രദായത്തിലും ഉള്ളവര്, അതായത് വൈഷ്ണവം, ശാക്തേയം, ശൈവം, മലബാരം, താന്ത്രികം, മാന്ത്രികം, വൈദികം, ഇനി ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ സമ്പ്രദായത്തിൽപ്പെട്ടവരുടെയും നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും അനുസരിച്ചാണ് ഞങ്ങൾ ഓരോരുത്തരും വീഡിയോകൾ തയ്യാറാക്കുന്നത്. അതിന് തക്കതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, കൗളം ചെയ്യുന്നവരെ വൈദിക രീതികൾ പിന്തുടരുന്നവർക്ക് പലപ്പോഴും ബോധിക്കില്ല. ഇനി കൗളം ചെയ്യുന്നവര് പലപ്പോഴും അഹങ്കാരത്തോടു കൂടി പറയുകയും ചെയ്യും, ഞങ്ങൾ ചെയ്യുന്ന പൂജകൾക്കാണ് പെട്ടെന്ന് ഫലം കിട്ടുന്നത് എന്ന്. ഇനി വേറെ ചിലര് പറയും ശ്രീവിദ്യയാണ് എല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠം എന്ന്. എന്നാല് സത്യം എന്താണെന്ന് വെച്ചാല് ഇവരുടെയൊക്കെ രീതികൾ വ്യത്യസ്തങ്ങളാണെങ്കിലും സമ്പ്രദായങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിലും ഇനി ഇവരൊക്കെ ആരാധിക്കുന്ന മൂർത്തികള് പല പല മൂർത്തികളാണെങ്കിലും അവസാനം എല്ലാവരും ചെന്നെത്തുന്നത് ഒരിടത്തേക്ക് തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ എല്ലാം തത്വവും ഒന്ന് തന്നെയാണ്. അപ്പോ എന്തിനാണ് ഈ വേർതിരിവ് കാണിക്കുന്നത്? എന്തിനാണ് പല ആചാര്യന്മാരും അവരുടെ രീതികൾ മുന്നിൽ വരുന്ന ഭക്തന് യോജിച്ചതല്ലെങ്കിൽ പോലും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഇതെല്ലാം ഹിന്ദുവിനെ നാശത്തിലേക്ക് എത്തിക്കൂ എന്നുള്ളത് സത്യമാണ്. അപ്പോ ഞങ്ങളുടെ എളിയ ശ്രമം എന്ന് പറയുന്നത് ഹൈന്ദവ ജീവിത രീതി നിങ്ങൾ ഓരോരുത്തരെയും പരിശീലിപ്പിക്കുക, ഏകതത്വം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പാഠ്യപദ്ധതി തയ്യാറാക്കുക. അതും 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ചിട്ടയോടെയുള്ള ക്രമത്തിലുള്ള ഒരു പാഠ്യപദ്ധതി. എന്നിട്ട് ഒരു കുട്ടി ഒരു 13-15 വയസ്സെത്തുമ്പോഴേക്കും അവന്റെ പാരമ്പര്യത്തിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കി അതിലേക്ക് തിരിയുക, അല്ലെങ്കിൽ അവന് യോജിച്ചതെന്ന് തോന്നുന്നത് തിരഞ്ഞെടുക്കുക. പക്ഷേ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ പാഠ്യപദ്ധതിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഞാൻ 1-ാമത്തെ ഓപ്ഷനായിട്ട് പറഞ്ഞ പാരമ്പര്യ രീതിയെ തിരഞ്ഞെടുക്കൂ. മാത്രമല്ല പൊതുവായിട്ടുള്ള ആ തത്വം മനസ്സിലാക്കിയ ആ വ്യക്തി തന്റെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നതോടൊപ്പം തന്നെ മറ്റ് സമ്പ്രദായങ്ങളെ ബഹുമാനിക്കുക കൂടി ചെയ്യും. അതോടൊപ്പാണ്. അതോടെ സമഭാവന എന്ന ഞങ്ങളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഇപ്പോ ഓൺലൈൻ വഴി ഞങ്ങളിത് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിലും ഓരോ ദേശങ്ങളിലും ക്ഷേത്രങ്ങളോ ഭജനമഠങ്ങളോ കേന്ദ്രീകരിച്ച് ഇത് നേരിട്ടും എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സാവധാനം അത് നടക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് നിങ്ങളും സഹകരിക്കണം.
അതായത് ക്ലാസ്സുകളും മറ്റും കൈകാര്യം ചെയ്യാൻ നിങ്ങളിൽ ഓരോരുത്തരും മുന്നോട്ട് വരണം. ഒപ്പം ഇവിടെ നടത്താൻ ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളും, അതായത് ക്ഷേത്രങ്ങളോ ഭജനമഠങ്ങളോ ഏതാണെന്ന് വെച്ചാൽ അവ കണ്ടെത്തണം. ഏതായാലും ഈ വൈകിയ വേളയിലെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ശ്രമിക്കാം. വരും തലമുറയ്ക്കെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ കിട്ടാതിരിക്കില്ല. അപ്പോ ഈ ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി നമ്മുടെ ബന്ധുജനങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഒന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളുടെ ലക്ഷ്യം കുറെ ആചാര്യന്മാരെ സൃഷ്ടിക്കലല്ല, പകരം ആത്മീയതയെ പ്രയോജനപ്പെടുത്തി ഹിന്ദുവിനെ മാന്യമായി സാമ്പത്തിക ഭദ്രതയോടെ ജീവിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. നന്ദി, നമസ്കാരം.